ആലപ്പുഴ നഗരസഭയുടെ അത്രയും ജനസംഖ്യയുള്ള ഒരു കുഞ്ഞൻ രാജ്യം. പശ്ചിമാഫ്രിക്കയിൽ നിന്നും ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തിയ കേപ്പ് വെർഡെ ലോകകപ്പിലെ ആദ്യ റൗണ്ടിൽ കറുത്ത കുതിരകളായി മാറി കാൽപന്ത് പ്രേമികൾക്ക് രോമാഞ്ചം സമ്മാനിക്കുകയാണ്. $140 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള ഇന്ത്യയൊക്കെ ലോകകപ്പിന് യോഗ്യത നേടാതെ പുറത്തിരിക്കുമ്പോൾ 5.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു ദ്വീപിൽ നിന്നാണ് വിശ്വവേദിയെ വിസ്മയിപ്പിക്കാൻ അവരെത്തിയത്. ഗ്രൂപ്പ് എച്ചിൽ നിന്നും ഉറുഗ്വേയും സൗദി അറേബ്യയും ഒക്കെ പോയിന്റ് നിലയിൽ പിന്നിലാക്കി സ്പെയിനിന് പിന്നിൽ 2ാം സ്ഥാനക്കാരായി അവർ നോക്കൌട്ടിലേക്ക് മുന്നേറുമ്പോൾ പലരും കണ്ണു തള്ളിയിരിപ്പാണ്. US ലോകകപ്പിലെ കറുത്ത കുതിരകളായി മാറി ഇനിയും പല സർപ്രൈസുകളും കാണിക്കാൻ സജ്ജരാണ് കേപ്പ് വെർഡെയുടെ പോരാളികൾ. ലോകകപ്പിന്റെ ആദ്യ റൗണ്ടിൽ ഗ്രൂപ്പ് എച്ചിലെ ഏറ്റവും കരുത്തരായ സാക്ഷാൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർഡെ അരങ്ങേറ്റം കളറാക്കിയത്. ലോകകപ്പിലെ ആദ്യത്തെ പോയിന്റും ആ മാച്ചിലൂടെ അവർ പൊരുതി നേടിയെടുത്തു. പാറപുലർച്ച പ്രതിരോധ നിരയുടെ കരുത്തുകൊണ്ടും പ്രായം 40 പിന്നിട്ടൊരു ഗോൾ കീപ്പറുടെ അസാധ്യ സേവുകൾ കൊണ്ടും ഈ കുഞ്ഞൻ ദ്വീപ് രാജ്യം ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ 3 മത്സരങ്ങളിൽ നിന്നായി 2 ഗോളുകൾ മാത്രം വഴങ്ങിയ കേപ്പ് വെർഡെയുടെ പ്രതിരോധ കോട്ട ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ശക്തമായതാണ്. ഈ വിശ്വകപ്പിൽ ഒരു കൊടുങ്കാറ്റിലും ആടിയുലയാത്ത കപ്പൽ പോലെയായിരുന്നു കേപ്പ് വെർഡെ ടീമിന്റെ ആകെ പ്രകടനം. സ്പെയിനെ നേരിടുമ്പോൾ അവർക്ക് ആപത്തിൽ രക്ഷകനായി ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു. കേപ്പ് കോട്ടയ്ക്ക് കാവലായി ഒരിക്കലും ചോരാത്ത കൈകളുമായി വൊസീനി എന്ന ചേകവർ അവരുടെ രക്ഷയ്ക്കെത്തിയിരുന്നു. കേപ്പ് വെർഡെയുടെ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി സ്പാനിഷ് മുന്നേറ്റ നിര 23 ഷോട്ടുകളാണ് ഉതിർത്തത്. അതിൽ 8 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. എന്നാൽ അതെല്ലാം ഗോൾ കീപ്പർ വൊസീനിയും പ്രതിരോധ ഭടന്മാരും ചേർന്ന് ധീരമായി തന്നെ തടഞ്ഞിട്ടു. സൗദി അറേബ്യക്കെതിരായ 3ാമത്തെയും അവസാനത്തെയും ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിലും ക്ലീൻ ഷീറ്റുമായി വൊസീന്യ തിളങ്ങി. യുറുഗ്വേയോട് 2 ഗോൾ വഴങ്ങിയ മത്സരത്തിൽ അത്രയും തന്നെ ഗോളുകൾ തിരിച്ചടിച്ച് പോരാട്ട വീര്യത്തിന്റെ കാര്യത്തിൽ തങ്ങൾ ഒട്ടും പിന്നിലല്ലെന്ന് കേപ്പ് വെർഡെയുടെ മുന്നേറ്റ നിരയും ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. മിയാമിയിൽ നടന്ന മത്സരത്തിൽ 20ാം മിനിറ്റിൽ കെവിൻ പിനെയിലൂടെ കേപ്പ് വെർഡെയാണ് ആദ്യം ലീഡ് എടുത്തത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് ഗോൾ കൂടിയായിരുന്നു ഇത്. എന്നാൽ 1ാം പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ യുറുഗ്വേ ശക്തമായി തിരിച്ചടിച്ചു. 43ാം മിനിറ്റിൽ മാക്സിമിലിയാനോ അരോഹോയും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അഗസ്റ്റിൻ കനോബിയോയും ലക്ഷ്യം കണ്ടതോടെ ആദ്യ പകുതിയിൽ ഉറുഗ്വേ 2-1 മുന്നിലെത്തിയിരുന്നു. 2ാം പകുതിയിൽ വിട്ടുകൊടുക്കാതെ പൊരുതിയ കേപ്പ് വെർഡെ 60ാം മിനിറ്റിൽ ഹീലിയോ വെരേലയിലൂടെ സമനില പിടിച്ചെടുത്തു.